ഒരു നടിയുടെ വെളിപ്പെടുത്തലാണ്. അതായത് അവരൊരു ഇൻഫ്ലുവൻസർ കൂടിയാണ്, അവർക്ക് കോടികളുടെ വാഗ്ദാനമാണ്. ഒരു റീൽ എടുക്കുക, റീൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക. അതിനുവേണ്ടി വാഗ്ദാനം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. പക്ഷേ അവർക്ക് രാജ്യത്തോട് കൂറുള്ളത് കൊണ്ട് തന്നെ അവരത് ചെയ്തില്ല. അതായത് കേരളത്തിൽ നിന്നടക്കം ചിലർ അവിടെ വണ്ടിയും പിടിച്ചു പോയതിന് പിന്നിൽ ഫണ്ട് ഒഴുക്കലാണ്, ഫണ്ട് കൈപ്പറ്റിയതാണ് എന്നുള്ളത് ഇതോടുകൂടി വ്യക്തമാകുന്നു. ഇനി അത് അവർ പറയട്ടെ. അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു വാർത്താ ദൃശ്യം ഇപ്പോൾ ജനം TV പ്രേക്ഷകർക്ക് മുൻപാകെ എത്തിച്ചിരിക്കുന്നു. അത് ഇങ്ങനെയാണ് ഒരു മലയാളിയുടെ വെളിപ്പെടുത്തൽ. കേരളത്തിൽ നിന്ന് ഒരാൾ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ടത് ഇവിടെ കേരളത്തെക്കാൾ കഷ്ടമാണ് അവിടെയുള്ള അഴിഞ്ഞാട്ടം എന്നുള്ളത്. അതായത് ഇവിടെ നിന്ന് വണ്ടിയും പിടിച്ചു പോയ ആളുടെ ലക്ഷ്യവും അത്ര സിമ്പിൾ അല്ല, അത്ര ചില്ലറക്കാരനല്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ അയാൾ പോലും സ്തംഭിച്ച് നിന്നു പോകുന്ന സ്ഥിതി. അതായത് ലഹരിയിൽ മുങ്ങി രാത്രി മദ്യപിച്ച് പൂസായി അഴിഞ്ഞാടുന്ന പാറ്റകൾ. അയാൾ തന്നെയാണ് ദൃശ്യങ്ങൾ സഹിതം പുറത്ത് എത്തിച്ചിരിക്കുന്നത്. ആ നിർണായക ദൃശ്യങ്ങൾ ജനം TV ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്താണ്, എങ്ങോട്ടേക്കാണ് ഈ പാറ്റകളുടെ പോക്ക്? മനപ്രസാദ്, ഇവർ അടങ്ങില്ല, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഒന്ന് ദൗർഭാഗ്യകരമായ ഇന്ത്യയിൽ നടന്ന ഒരു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ആ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ ഇടയിൽ, രക്ഷകർത്താക്കളുടെ ഇടയിൽ, ഈ രാജ്യത്തിനുള്ളിലുള്ള എല്ലാ സംഘടനകളിലും ഒക്കെ സ്വാഭാവികമായിട്ടും ഒരു വിഷമവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കേന്ദ്ര സർക്കാർ കാണുന്ന സാഹചര്യം ഉണ്ടായി. ആ സംഭവവുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, അവരെ തുറങ്കലിലടയ്ക്കുക, ആ സംഭവം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള കരുതലോടുകൂടിയുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങി കേന്ദ്ര സർക്കാർ അതുമായി മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഒരു ദൗർഭാഗ്യ സംഭവത്തെ ഈ നാടിനായ ഒരു സംഭവമാക്കി മാറ്റി നാടിന്റെ പൊതുവായ അന്തരീക്ഷത്തെയും സമാധാനത്തെയും തകർക്കാൻ ഇതൊരു അവസരമാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം തക്കളത് ഈ നാട്ടിൽ അതിജീവിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഇതിലും അത് കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാട്ടിലെ യുവാക്കളും വിദ്യാർത്ഥികളും ചെറിയ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചിരിക്കാം. കൃത്യമായ ചില കാര്യങ്ങളിൽ അവർ സൂചിപ്പിക്കും, ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. പക്ഷേ ഈ നാടിനെതിരെ ഒരു വിഷയത്തിലേക്ക്, ഈ നാടിനെതിരായ ഒരു പഠനത്തിന് അവർ കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ ചരിത്രം. അപ്പോൾ ഡൽഹി കേന്ദ്രമാക്കി ഈ നാടിനെ തകർക്കാൻ പറ്റുന്ന ഒരു അവസരമാക്കി ഇത്തരം സംഭവങ്ങളെ ഉപയോഗിക്കാൻ എല്ലാ തരത്തിലുമുള്ള വിഘടനവാദികളും ഒക്കെ അവിടെ നുഴഞ്ഞു കയറി നിരവധിയായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇവർ തന്നെ ഇന്നലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ എന്ന നിലയിലാണ് അവർ പറയുന്നത്. ആ സംഘടനകളുടെ ചില നേതാക്കളൊക്കെ വന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നത്, നിങ്ങൾ ഈ പ്രതിഷേധത്തെ ഒന്ന് കണ്ടു നോക്കൂ, പാട്ടുപാടി, കഥകൾ പറഞ്ഞ്, കവിത എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കുന്നു. തൊട്ടപ്പുറത്ത് അവർ പറയുകയാണ് എങ്ങനെയാണ് ക്രൂരമായിട്ടാണ് വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും പോലീസ് നേരിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇരട്ടത്താപ്പ് കൃത്യമായി വ്യക്തമാണ്. അതോടൊപ്പം അസാന്മാർഗമായിട്ടുള്ള, അശ്ലീലമായിട്ടുള്ള പലതും ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് CAA സമരം മുതൽ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ കണ്ടിട്ടുണ്ട്. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും അത്തരത്തിലുള്ളവരാണെന്നോ, ഇതിനോട് തുടക്കഘട്ടത്തിൽ അതിനോട് ചേർന്ന് നിന്ന് എല്ലാവരും അങ്ങനെയാണ് എന്നൊരു അഭിപ്രായവും യുവമോർച്ചയ്ക്കില്ല. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളും യുവാക്കളും അതിൽ നിന്ന് വിട്ടുപോരുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രിജി മോദിജി വിദ്യാർത്ഥികളോട് സമ്മതിക്കുന്നു, യുവാക്കളോട് സമ്മതിക്കുന്നു. പക്ഷേ ഈ സമരത്തിന്റെ ശരിയായ വിഷയം ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് എല്ലാം രാജ്യത്തെ അസ്ഥിരതപ്പെടുത്താനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ബാക്കിയെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയും ഇനി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലക്ഷങ്ങളും കോടികളും ഒഴുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും പയറ്റി വിജയിച്ച ഒരു പരിശ്രമമാണ്. നമുക്ക് നേപ്പാളിലെ പ്രക്ഷോഭം അറിയാം, ബംഗാൾ കേന്ദ്രമാക്കി നടന്നതറിയാം, മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു. അവിടെയുള്ള ഇൻഫ്ലുവൻസിനെ കൈക്കലാക്കുക, വിദ്യാർത്ഥികളെയും യുവാക്കളെയും അവരെന്താണ് ചെയ്യുന്നത് പോലും അറിയാത്തുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കലാപങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. അങ്ങനെ പലതും സ്വപ്നം കണ്ട് പലതും വിജയകരമായി പൂർത്തിയാക്കിയവർ ഇന്ത്യയിൽ പരാജയപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ, അതിനോട് യോജിക്കാതിരിക്കാൻ, ഈ രാജ്യത്തിനെതിരാണെന്ന് മനസ്സിലാക്കി പിന്നോട്ട് നിൽക്കാൻ, അങ്ങനെ കണ്ടാൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു യുവതലമുറ, ഒരു സമൂഹം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. പിന്നെ ഇവിടത്തെ എത്ര ഇൻഫ്ലുവൻസിനെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചാലും, എത്ര സെലിബ്രിറ്റികളെ നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി വാങ്ങിച്ചെടുത്താലും, കേരളത്തിലെ യുവത്വത്തിന്റെ ആത്മാഭിമാനത്തെയും ദേശസ്നേഹത്തെയും
ആ അളവുകോല് വെച്ച് അളർന്ന് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുകൂടി ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ നാട് പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം, ഈ നാട് അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴെല്ലാം ദേശസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകകൾ കാണിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മുൻനിരക്കാർ യുവാക്കളായിരുന്നു എന്നുള്ളത് ഈ നാടിന്റെ ചരിത്രമാണ്. നാടിനെതിരായി ഒരാളും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സമരത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം സമീപനങ്ങൾ അത് ഒരു നാടിനെ തകർക്കുന്നതാണ്, അപമാനമാക്കുന്നതാണ്. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് നമ്മുടെ നാടിന് തന്നെ അപമാനം ഉണ്ടാക്കുന്നതാണ്. ഇവരുടെ എല്ലാം മായാവലയത്തിൽ അറിയാതെ പെട്ടുപോയ പലരും ഇന്നിപ്പോ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തിയതിൽ വലിയ ജനാധിപത്യപരമായ എന്തോ വലിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വലിയൊരു സമരം നടക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ വേണ്ടുവോളം നടത്തി. ആ പ്രചരണങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറിയവർ ധാരാളമുണ്ട്. ആ വണ്ടി കയറി അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് ശരിയായ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട തീർച്ചയായും അനുപ്രസാദ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും ശ്രീകാന്തിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീകാന്ത്, അതായത് ഇതാണോ പ്രതിഷേധം, ഇതാണോ സമരം എന്ന് ചോദിച്ചു പോവുകയാണ് അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ പോലും. അതായത് ലഹരിയിൽ മുങ്ങി മദ്യപിച്ച് പൂക്കുറ്റിയായി നിൽക്കുന്ന പാറ്റക്കൂട്ടം, ഇവരാണ് സമരം എന്ന് പറഞ്ഞ് അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ എത്രത്തോളം പ്രതിരോധത്തിലാകും ഈ പാറ്റക്കൂട്ടം, അവരെ പിന്തുണയ്ക്കുന്നവർ? രാഗി, ശ്രീ മമ്മൂട്ടി, ടൊവിനോ, രഞ്ജിനി ഹരിദാസ്, വേടൻ, സിബി മനയിലിന്റെ മകൻ, അങ്ങനെയുള്ള കേരളത്തിൽ നിന്നും വലിയ പിന്തുണയുമായി വന്ന ഇത് സമാധാന സമരമാണെന്ന് പറഞ്ഞ ആ മഹാമനുഷ്യർക്ക് മുന്നിൽ ജനം TV ഈ വീഡിയോ ഒരു തവണ കൂടി പ്ലേ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഒരു തവണ കൂടി PCR ആ വീഡിയോ ഒന്ന് കാണിക്കണം. പ്ലീസ്. നല്ലൊരു കോഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റാണിത്. ഇതുപോലുള്ള ആളുകളായി മാറാണ്ടിരിക്കുക. അനാവശ്യമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടിലാണ് അവർ കാണിക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകൾ എടുത്ത് ഡാൻസ് കളിക്കുക, അത് മറിച്ചിടുക. വെറുതെ എന്താ ഇതിന്റെ ആവശ്യം? നമ്മൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തുക. കുറെ പേര് കള്ളും കുടിച്ച് തോന്നിവാസം കളിക്കുക. വെരി ബാഡ്. അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രൊട്ടസ്റ്റ് എക്സ്പ്ലോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാവാണ്ടിരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പാറ്റ കലാപത്തിന്റെ ഭാഗമായ ഒരു മലയാളി തന്നെയാണ് കലാപത്തെ തള്ളിപ്പറയുന്നത്. ലഹരിയിൽ മുങ്ങി മദ്യപിച്ച് കൂത്താടുന്ന പാറ്റക്കൂട്ടമാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും ശ്രീകാന്തിലേക്ക് വീണ്ടും. ശ്രീകാന്ത്, തുടരാം. കേരളത്തിലെ മാധ്യമങ്ങളോടാണ്, നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ മറച്ചു വച്ചാൽ, നിങ്ങൾ വളച്ചൊടിച്ചാൽ, നിങ്ങൾ വാർത്ത നൽകാതിരുന്നാൽ ഈ വാർത്ത ജനങ്ങൾ അറിയില്ലെന്നോ? ഇന്ന് രാവിലെ ഒരു നടിയുടെ പ്രതികരണം ജനം TV പുറത്തുവിട്ടു. ഈ നിമിഷം വരെ ഒരു മാധ്യമവും അതിൽ തൊടാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴിതാ ഈ സമരത്തെ അനുകൂലിച്ച് വന്ന ഒരു കലാപകാരി തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ആ ദൃശ്യവും ഇതാ ജനം TV പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി. ഡൽഹിയിൽ നിങ്ങൾ മാത്രമല്ല ഉള്ളത്. ജനം TVക്കും ഒരു ഓഫീസുണ്ട്. ഈ രാഷ്ട്രം നേരിടുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ തക്ക സജ്ജീകരണങ്ങളുമായി ജനം TV സംഘവും ഈ ഡൽഹിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയി. രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയുള്ള 1-ാം നമ്പർ ചാനലിനോടുകൂടിയാണ് നിങ്ങൾ നടത്തിയ സർസംഘചാലകനെ കുറിച്ചടക്കം പറഞ്ഞ വ്യാജ വാർത്തകൾ നിമിഷ നേരം കൊണ്ടാണ് ജനം TV പൊളിച്ചടുക്കിയത്. ഓരോ നിമിഷവും ഈ പാറ്റ സമരവുമായി ബന്ധപ്പെട്ട, പാറ്റ കലാപവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പൊളിഞ്ഞടുങ്ങുകയാണ്. ജനം TV ഇവിടെയുണ്ട്, കണ്ണു തുറന്ന് ഇവിടെയുണ്ട് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുകയാണ്. ഈ വാർത്തകൾ അറിയാൻ ജനം TVക്കൊപ്പം, ദേശീയ വാർത്തകൾ അറിയാൻ ജനം TVക്കൊപ്പം തുടരുക. ജനം TV എന്നും രാഷ്ട്രത്തിനൊപ്പം എന്ന നിലപാടെടുക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇന്നതാ ഇപ്പോൾ ഇയാൾ തന്നെ പറയുന്നു, മദ്യപിച്ച് മതോന്മത്തരായി അക്രമവും കൊള്ളിവെപ്പും അഴിച്ചുവിടുകയാണ് ഈ പാറ്റ കലാപകാരികൾ എന്ന്. അവരായി, അവരുടെ പാടായി എന്ന് പറയുന്നു. ഒരു കോസിന് വേണ്ടി തുടങ്ങിയതാണ്, പക്ഷെ ഇവരെ പോലെ ആകരുതേ എന്ന് അയാൾ പറയുകയാണ്. ഇപ്പോൾ വണ്ടി കയറി ഇവിടേക്ക് എത്തിയ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ മക്കൾ
ഇവിടെ ഈ കൂട്ടത്തിനൊപ്പം മദ്യപിച്ച് ലഹരി നുണഞ്ഞ് അക്രമത്തിലേക്കും കൊള്ളിവെപ്പിലേക്കും പോവുകയാണ്. അവർ ജയിലിലേക്ക് പോകുന്ന സമയം അതിവിദൂരമല്ല. ഇനിയും മക്കളെ പറഞ്ഞയക്കാനിരിക്കുന്ന, ഇങ്ങോട്ടേക്ക് കടന്നു വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരോടാണ്. ഇവിടെ നടക്കുന്നത് സമരമല്ല, സമരാഭാസമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വലിച്ചു താഴെയിടാൻ ഇറങ്ങിയ ഒരു കൂട്ടം ആളുകൾ മദ്യവും മയക്കുമരുന്നുമായി ഇവിടെ അഴിഞ്ഞാടുകയാണ്. ഇവർക്കൊപ്പം ചേരണോ വേണ്ടയോ, സ്വന്തം ഭാവി നശിപ്പിക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ വീഡിയോ ജനം TV ഇതാ രണ്ടാമത്തെ വീഡിയോ കൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ നിമിഷം വരെ ഒരു മാധ്യമവും ഈ രണ്ട് വീഡിയോയും തൊട്ടിട്ടില്ല. ഈ നിമിഷം വരെ ഒരു മമ്മൂട്ടിയോ രഞ്ജിനി ഹരിദാസോ ഉൾപ്പെടെയുള്ളവരൊന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടും ഇല്ല. അവരുടെ പ്രതികരണവും നമ്മൾ കാത്തിരിക്കുകയാണ്. രാഖി, ഇവിടം കൊണ്ടും ഇത് അവസാനിക്കില്ല. ജനം TV ഈ ഡൽഹിയിൽ നിന്നുള്ള ഓരോ വാർത്തകളും, ഈ സമരവുമായി ബന്ധപ്പെട്ട, ഈ കലാപവുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട. ജനം TV എന്നും രാഷ്ട്രത്തിനൊപ്പം എന്ന നിലപാട് കൈക്കൊള്ളുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും രാഷ്ട്രത്തിനൊപ്പമാണ് ജനം TV ഉള്ളത്.